US ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുന്ന അമേരിക്കയിലെ പ്രവാസി മലയാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വളരെ സുപ്രധാനമായ ഒരു ഇമിഗ്രേഷൻ അപ്ഡേറ്റ് ആണ് US-ൽ നിന്നും പുറത്തു വരുന്നത്. നിങ്ങൾ ഒരു US പെർമനന്റ് റെസിഡന്റിന്റെ പങ്കാളിയോ അല്ലെങ്കിൽ 21 വയസ്സിൽ താഴെയുള്ള കുട്ടിയോ ആണോ എങ്കിൽ അടുത്ത ഏതാനും ആഴ്ചകൾ നിങ്ങൾക്ക് വളരെ നിർണായകമാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും പുതിയ വിസ ബുള്ളറ്റിൻ പ്രകാരം F2A കാറ്റഗറിയിൽ വലിയൊരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. മുൻഗണനാ തീയതികളിൽ ഒരേ സമയം 18 മാസത്തെ വൻ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. വർഷങ്ങളായി ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് ദമ്പതികൾക്ക് ഇതൊരു വലിയ അവസരമാണ്. എന്നാൽ ശ്രദ്ധിക്കുക, സന്തോഷത്തോടൊപ്പം വലിയൊരു മുന്നറിയിപ്പും US ഇമിഗ്രേഷൻ അധികൃതർ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. സെപ്റ്റംബർ 18ഓടെ US ഇമിഗ്രേഷൻ നിയമങ്ങളിലും ഫോമുകളിലും നിർണായകമായ ചില മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. സമയബന്ധിതമായി അപേക്ഷിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അവസരം നഷ്ടപ്പെടാനും അപേക്ഷകൾ നേരിട്ട് നിരസിക്കപ്പെടാനും സാധ്യതയുണ്ട്. എന്താണ് F2A കാറ്റഗറി? ഈ 18 മാസത്തെ മുന്നേറ്റം നിങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം? സെപ്റ്റംബർ 18 എന്ന ഡെഡ് ലൈനിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. ആദ്യം തന്നെ എന്താണ് F2A കാറ്റഗറി എന്ന് നോക്കാം. US പൗരന്മാരുടെ പങ്കാളികൾക്ക് ഉടനടി ഗ്രീൻ കാർഡ് ലഭിക്കുമെങ്കിലും US ഗ്രീൻ കാർഡ് ഉടമകളുടെ പങ്കാളികൾക്കും 21 വയസ്സിൽ താഴെയുള്ള വിവാഹിതരാകാത്ത മക്കൾക്കും F2A ഫാമിലി പ്രിഫറൻസ് കാറ്റഗറി വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇതിൽ സാധാരണയായി നീണ്ട കാത്തിരിപ്പ് കാലയളവ് ഉണ്ടാകാറുണ്ട്. എന്നാൽ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓഗസ്റ്റ് വിസ ബുള്ളറ്റിൻ പ്രകാരം F2A കാറ്റഗറിയുടെ ഫൈനൽ ആക്ഷൻ ഡേറ്റ് 2025 ജനുവരി 1 നിന്നും ഒറ്റയടിക്ക് 2026 ജൂലൈ 22 മുന്നേറിയിരിക്കുന്നു. അതായത് ഒറ്റ മാസം കൊണ്ട് ഏകദേശം 18 മാസത്തിന്റെ ചാട്ടമാണ് വിസ ബുള്ളറ്റിനിൽ ഉണ്ടായിരിക്കുന്നത്. അടുത്ത കാലത്തൊന്നും ഇത്ര വലിയൊരു മുന്നേറ്റം ഈ കാറ്റഗറിയിൽ ഉണ്ടായിട്ടില്ല. ഇതിന്റെ പ്രധാന നേട്ടം എന്തെന്നാൽ നിലവിൽ അമേരിക്കയ്ക്കുള്ളിൽ നിയമപരമായി തുടരുന്ന യോഗ്യരായ പങ്കാളികൾക്ക് ഇനി രാജ്യത്തിന് പുറത്തുപോയി കോൺസുലാർ പ്രോസസിംഗിനായി വർഷങ്ങളോളം കാത്തിരിക്കേണ്ടതില്ല. അവർക്ക് അമേരിക്കയിൽ വെച്ച് തന്നെ തങ്ങളുടെ സ്റ്റേറ്റസ് മാറ്റുന്നതിനായി ഫോം I-485 ഫയൽ ചെയ്യാൻ കഴിയും. അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഗ്രീൻ കാർഡ് പ്രോസസ് പൂർത്തിയാകുന്നത് വരെ അമേരിക്കയിൽ തങ്ങാനും താൽക്കാലിക ജോലി അനുമതി, ട്രാവൽ പെർമിറ്റ് എന്നിവ നേടാനും സാധിക്കും. വളരെ അനുകൂലമായ മാറ്റമാണെങ്കിലും ഇമിഗ്രേഷൻ അഭിഭാഷകർ അപേക്ഷകർക്ക് നൽകുന്ന പ്രധാന മുന്നറിയിപ്പ് സെപ്റ്റംബർ 18 എന്ന തീയതിയെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഈ ഡെഡ് ലൈൻ ഇത്രയും പ്രധാനമാക്കുന്നത് എന്ന് നോക്കാം. ഒന്നാമതായി പബ്ലിക് ചാർജ് റൂളിലെ മാറ്റമാണ്. 2026 സെപ്റ്റംബർ 18 മുതൽ 2022 പഴയ പബ്ലിക് ചാർജ് നിബന്ധനകൾ റദ്ദാക്കപ്പെടുകയും പുതിയ കടുപ്പമേറിയ ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വരികയും ചെയ്യും. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി ജൂലൈ മാസത്തിൽ പുറപ്പെടുവിച്ച പുതിയ റൂൾ അനുസരിച്ച് അപേക്ഷകന്റെ സാമ്പത്തിക സ്ഥിതി ഇമിഗ്രേഷൻ ഓഫീസർമാർ കൂടുതൽ കർശനമായി പരിശോധിക്കും. അപേക്ഷകന്റെ വയസ്സ്, ആരോഗ്യസ്ഥിതി, കുടുംബ പശ്ചാത്തലം, വരുമാനം, ആസ്തികൾ, വിദ്യാഭ്യാസ യോഗ്യത, ജോലി പരിചയം, സർക്കാരിൽ നിന്നുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ ഇനി മുതൽ സൂക്ഷ്മമായി വിലയിരുത്തപ്പെടും. അതുകൊണ്ട് ഈ പുതിയ കടുത്ത സാമ്പത്തിക പരിശോധനകളിൽ നിന്ന് തടസ്സങ്ങൾ ഒഴിവാക്കാൻ സെപ്റ്റംബർ 18 മുൻപ് അപേക്ഷിക്കുന്നത് ബുദ്ധിപരമായ തീരുമാനമായിരിക്കും. രണ്ടാമതായി പുതിയ ഫോം I-485 നടപ്പിലാക്കുന്നു. സെപ്റ്റംബർ 18 മുതൽ USCIS അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റേറ്റസിനായി ഒരു പുതിയ ഫോം പതിപ്പ്, അതായത് ഫോം I-485 നിർബന്ധമാക്കുകയാണ്. നിലവിൽ വെബ്സൈറ്റിലുള്ളത് 2025 ജനുവരി 20 എഡിഷൻ ഫോമാണ്. സെപ്റ്റംബർ 18 അല്ലെങ്കിൽ അതിനുശേഷം പഴയ ഫോമിൽ അപേക്ഷ സമർപ്പിച്ചാൽ അത് തിരുത്താൻ സമയം തരാതെ USCIS പൂർണ്ണമായും റിജക്ട് ചെയ്യും. ഇത് വലിയ സാമ്പത്തിക നഷ്ടത്തിനും സമയനഷ്ടത്തിനും കാരണമാകും. മൂന്നാമതായി വിസ റെട്രോഗ്രേഷൻ സാധ്യതയാണ്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമായ ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. പെട്ടെന്ന് അപേക്ഷകരുടെ എണ്ണം വൻതോതിൽ കൂടിയാൽ തീയതികൾ പിറകിലോട്ട് പോകാനോ അല്ലെങ്കിൽ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന സെപ്റ്റംബർ 30 മുൻപ് വാർഷിക വിസ കോട്ട തീർന്നുപോയി ഈ കാറ്റഗറി താൽക്കാലികമായി അൺഅവൈലബിൾ ആകാനോ സാധ്യതയുണ്ട്. US ഗ്രീൻ കാർഡ് ഉടമകളുടെ പങ്കാളികൾക്ക് ലഭിച്ചിരുന്ന അപൂർവമായ ഒരു സുവർണ അവസരമായിരുന്നു ഇത്. എന്നാൽ തിരക്കിട്ട് അപൂർണമായ അപേക്ഷകൾ നൽകുന്നത് കൂടുതൽ അപകടം ഉണ്ടാക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ നിലവിലെ ഇമിഗ്രേഷൻ സ്റ്റേറ്റസ് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. ഫോം I-864 ഉൾപ്പെടെയുള്ള സാമ്പത്തിക രേഖകളും സ്പോൺസർഷിപ്പ് വിവരങ്ങളും കൃത്യമായി തയ്യാറാക്കുക. അപേക്ഷ സമർപ്പിക്കുന്ന തീയതി അനുസരിച്ച് USCIS വെബ്സൈറ്റിലെ ഏറ്റവും പുതിയ ഫോം I-485 എഡിഷൻ തന്നെ ഉപയോഗിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ സങ്കീർണതകളോ ഉണ്ടെങ്കിൽ ക്വാളിഫൈഡ് ആയ ഒരു ഇമിഗ്രേഷൻ അറ്റോർണിയുടെ സഹായം തേടുക. ഇമിഗ്രേഷൻ സംബന്ധമായ പുതിയ വാർത്തകൾക്കും വിവരങ്ങൾക്കും ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.